ഹായ് ഫ്രണ്ട്സ്, ബേസിക് ഫോർ യു ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് അറിയാമല്ലോ, ഇന്ന് യൂട്യൂബിൻ്റെ പ്രസക്തി എന്തുമാത്രം എത്തി നോക്കാം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും യൂട്യൂബും പുതിയ പുതിയ ചാനലും ക്രിയേറ്റ് ചെയ്യുന്നതിൽ തിരക്കിലാണ്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഫിൽമോറ ബൈ വണ്ടർഷെയർ. നമുക്കിതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സൈറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 4K വീഡിയോസ് എഡിറ്റ് ചെയ്യാം. പിന്നെ എനി വീഡിയോ നമ്മളെടുക്കുന്ന മൊബൈലിലായാലും അല്ലെങ്കിൽ DSLR എടുക്കുന്ന ഏത് വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ വണ്ടർഷെയർ ഫിൽമോറ എന്ന് വരും. ആ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റപ്പിലേക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് തരത്തിലുള്ള, ഞാൻ പറഞ്ഞ പോലെ ഏത് തരത്തിലുള്ള വീഡിയോസും നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ DSLR എടുത്തൊരു വീഡിയോ നമുക്ക് ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു. അത് വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് എക്സ്പോർട്ടും ചെയ്യാം. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ എൻ്റെ ടൂൾ ബാർസിൽ നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അതിലേക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊരു ഓപ്പണിംഗ് വീഡിയോസ്, ഒരു ഓപ്പണിംഗ് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ടൈറ്റിൽസിലേക്ക് പോകാം. ടൈറ്റിൽസിൽ തന്നെ നിറയെ ഇതേപോലെ ഡിസൈൻസ് ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം അതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ഞാൻ തൽക്കാലത്തേക്കിന് ഒരു ടെമ്പററി ആയിട്ട് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തു, അത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. സോ ഇതുണ്ട്, ഇതിലിപ്പം യുവർ ടൈറ്റിൽസ്. അപ്പം നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ട് ഇതേപോലെ, അതായത് ഇപ്പോൾ ഞാനവിടെ ബേസിക്സ് ഫോർ യു എന്ന് എഴുതി. സോ നമുക്കത് എഡിറ്റ് ചെയ്യാം. പിന്നെ അതിൽ മുകളിലത്തെ പാട്ടും നമുക്ക് അതേപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതേപോലെ വരും, ഒരു ചെറിയ എഫക്റ്റിൽ വരും. സോ ഇതൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ചേർക്കാം, എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഓരോ ടൈറ്റിലിനും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ സൈസ് അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ നിറയെ സെറ്റപ്പ്സ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത പോലെ ഒരുപാട് വേറെ ഇതുമുണ്ട്, വേറെ സെറ്റപ്പ്സും ഉണ്ട്, വേറെ ടെംപ്ലേറ്റ്സും ഉണ്ട് ഇതിനകത്ത്. ഏത് വേണേലും ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറെ ഇനിയും ഉണ്ട് ഇതേപോലെ ഒത്തിരിയും ഫയൽസ് കാണും ഇതിനകത്ത്. സോ ഇനിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഞാൻ ഇതിനുള്ള തന്നെ ഒരു ടെംപ്ലേറ്റിനകത്തുനിന്ന് എടുത്ത് ഞാൻ കോപ്പി ചെയ്യാവുന്നതാണ്. സോ ആ ഒരു കോപ്പിയാണ് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് ഇനി അത് പേസ്റ്റ് ചെയ്യാൻ നോക്കാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ട ഇതേപോലെ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് അവിടെ എൻ്റെ ടെക്സ്റ്റ്, സബ് ടൈറ്റിൽസൊക്കെ, ഇപ്പോൾ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സബ് ടൈറ്റിൽസ് നമുക്കവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കറി വെക്കുവാണെങ്കിൽ അതിൽ എത്ര ക്വാണ്ടിറ്റി വേണം അതെല്ലാം നമുക്കവിടെ ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള മെസ്സേജ് നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ നിറയെ ടെംപ്ലേറ്റ്സിനകത്തുണ്ട്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതേപോലെ തന്നെ. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനൊരു 3D എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അതും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് അത്ര പാടില്ല, അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ 3D ഓപ്ഷൻ എടുക്കുക, ട്രാൻസിഷനകത്ത് പോയി 3D ഓപ്ഷൻ ചെയ്ത് നമുക്കത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊരു പെട്ടെന്നൊരു വേറൊരു രീതിയിൽ വരും. അതാണ് എൻ്റെ എഫക്റ്റ്. ആ എഫക്റ്റിൽ വരുന്നതിന് നമുക്ക് ഇതേപോലെ തന്നെ ഒത്തിരിയും എഫക്ട്സുകൾ ഇതിനകത്തുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോർഷൻ കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ച പോലെ അത് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊന്ന് പോയി. പിന്നെ അത് മെർജ് ചെയ്യാനും അവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റും. സോ ആ ഒരു ഓപ്ഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള സ്റ്റെപ്സ്. നമുക്കൊരു വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള സ്റ്റെപ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതേപോലെ ടോട്ടൽ ലെങ്ത് നമുക്ക് റെഡ്യൂസും ഇൻക്രീസും ചെയ്യാം. അതായത് ഫുൾ സ്റ്റോറി ബോർഡ് നമുക്ക് എത്ര ഒരു ഡെഫിനറ്റ് ഏരിയയിൽ കാണണമെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിലൂടെ തന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ സ്റ്റൈൽസ് ഇനി ഇതിനകത്തുണ്ട്, ഒത്തിരിയും സ്റ്റൈൽസുകളുണ്ട്.
അതെല്ലാം നമുക്കിതിൻ്റെ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ആനുവൽ ഫീ ഉള്ളതുകൊണ്ട് ഫ്രീയും ഉണ്ട്. ഫ്രീ വരുമ്പം നമുക്ക് ആ ഫിൽമോറയുടെ ഒരു സിമ്പിൾ എൻ്റെ കോർണറിൽ വരും, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനി ഫിൽമോറ എഫക്ട്സ് നമ്മൾ സൈറ്റിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്ട്സ് ഓൺലൈനായിട്ട് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലവിധമാകുന്ന സ്റ്റൈൽസും ടെംപ്ലേറ്റ്സും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിറയെ ഇതേപോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇത് തന്നെ 4K വീഡിയോസ്, പിന്നെ ടെക്നോളജി, പിന്നെ കുക്കിംഗ് എല്ലാം ഇതിനകത്ത് കിട്ടും. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷനിലോട്ട് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ട്രൈ ചെയ്യൂ.